പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഏപ്രിൽ മാസം 27 ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് നമ്മുടെ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തുന്ന ദൈവകൃപയ്ക്കായിട്ട്, ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. കർത്താവ് ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് തിരുവെഴുത്തി പറഞ്ഞതുപോലെ കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തുന്നതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ആരോഗ്യത്തോടെ നടത്തുന്നതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. സൗഖ്യത്തോടെ പുലർത്തുന്നതോർത്ത് സ്തോത്രം ചെയ്യാം. തന്ന എല്ലാ നന്മകൾക്കും നമുക്ക് ഒരുമിച്ച് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. 115 സങ്കീർത്തനത്തിൽ പറയുന്നു, ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, കർത്താവിൻ്റെ ദയയും വിശ്വസ്തതയും നിമിത്തം കർത്താവിൻ്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ. ആമേൻ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ച്, ആരും അശ്രദ്ധരാകരുത്, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം കേട്ടോ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്തു. ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ആവശ്യങ്ങളിൽ അങ്ങയുടെ പ്രത്യേക കൃപയുണ്ടാകണം. ഇന്ന് തൻ്റെ കുഞ്ഞുങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എന്തു വിഷയമാണെങ്കിൽ അതിന്മേൽ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവർ, ആമേൻ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവെ, അവർ എന്തു തന്നെ രോഗത്താലും ഇന്ന് ഭാരപ്പെടുന്നുവെങ്കിൽ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ അത്ഭുതം നടക്കണം. ദൈവിക സമാധാനം വ്യാപരിക്കണം, സ്വസ്ഥത വ്യാപരിക്കണം. അപ്പോൾ ഗ്യാസ്ട്രിക് പ്രോബ്ലത്താൽ ഭാരപ്പെടുന്നവർ, ഡൈജഷൻ പ്രോബ്ലത്താൽ ഭാരപ്പെടുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. അതുപോലെ കർത്താവേ, അലർജി മുഖാന്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ബാക്ക് പെയിനാൽ ബുദ്ധിമുട്ടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. അതുപോലെ ലിവർ സിറോസിസിനാൽ ഭാരപ്പെടുന്നവർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ ഷോൾഡർ പെയിനുകളും സൗഖ്യമാകട്ടെ. ആമേൻ, ആമേൻ. രക്തത്തിനകത്തുള്ള ഇൻഫെക്ഷനുകൾ ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ, താങ്ക് യു ലോർഡ്. ഡയബറ്റിസ് മുഖാന്തരം കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഇന്ന് ഈ പ്രഭാതത്തിൽ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവേ, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കരങ്ങളിൽ തരുന്നു. അവർക്ക് തക്ക സമയത്ത് കർത്താവെ ജോലി കൊടുത്ത് ദൈവം അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം. വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ വിവാഹം തക്ക സമയത്ത് നടക്കുന്നതിന് സ്തോത്രം. അപ്പോൾ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങേ ആരാധിക്കുന്നു. ലോകത്തെമ്പാടും അങ്ങയുടെ വേലയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണം, ആദരിക്കണം, ദൈവകൃപ കൊണ്ട് പൊതിയണം. കർത്താവെ, അവരുടെ ജോലി, അവരുടെ ആവശ്യങ്ങളെല്ലാം കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നാളെ നടക്കുവാനുള്ള നമ്മുടെ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ, മഹത്വപൂർണ്ണമായി തീരട്ടെ. വലിയ ദൈവപ്രവൃത്തി കാണുവാൻ കർത്താവ് സഹായിക്കണം. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി പറയുന്നു. സകല മഹത്വവും പുകച്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, കർത്താവ് അനുവദിച്ചാൽ ആമേൻ, നമുക്ക് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ്. പ്രാർത്ഥനയോടുകൂടെ വേണം നിങ്ങളതിൽ പങ്കെടുക്കുവാൻ. ഒരുങ്ങണം, പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഇന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊക്കെ ആമേൻ അറിയിക്കണം, ഇങ്ങനൊരു മീറ്റിംഗ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ എല്ലാവരോടും പറയണം കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. നമുക്ക് 91 സങ്കീർത്തനത്തിൻ്റെ 11, 12 വാക്യങ്ങൾ വായിക്കാം. നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് കർത്താവ് നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിൻ്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. മനോഹരമായ, ഹല്ലേലൂയ, ശ്രേഷ്ഠകരമായ ഒരു വാഗ്ദത്തമാണ് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതി നമുക്ക് നൽകുന്നത്. ആമേൻ. അസാധാരണമായൊരു വാഗ്ദത്തം. അതായത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ദൈവത്തിൻ്റെ ദൂതന്മാർ നമ്മളെ
ചുറ്റി നിന്ന് എപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആമേൻ. കാരണം ദൈവദൂതന്മാർക്ക് കൽപ്പന കൊടുത്തിരിക്കുകയാണ്, താൻ തെരഞ്ഞെടുത്തിരിക്കുന്ന, താൻ വസിക്കുന്ന ഈ മണ്ഡലത്തെ, അല്ലെങ്കിൽ ഈ പ്രിയപ്പെട്ട കൂടാരത്തെ, അതായത് ഞാനും നിങ്ങളും സൂക്ഷിക്കുവാൻ ദൈവം ഈ ദൂതന്മാർക്ക് അധികാരം കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ദൈവം ദൂതന്മാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആമേൻ. ഇവിടെ പറയുന്നത് ആമേൻ, നിൻ്റെ സകല വഴികളിൽ നിന്നെ കാക്കേണ്ടതിന്, ഒരു വഴിയല്ല, എല്ലാ വഴികളിലും സൂക്ഷിക്കേണ്ടതിന് ആമേൻ കർത്താവ് തൻ്റെ ദൂതന്മാരെ നമുക്ക് വേണ്ടി കൽപ്പിച്ചാക്കിയിരിക്കുക. യേശു പരീക്ഷിക്കപ്പെടുമ്പോഴും യേശുവിൻ്റെ പിശാച് പറഞ്ഞ വാക്യം ഇതായിരുന്നു. അപ്പം നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന്. അപ്പോൾ ഇന്ന് പ്രഭാത് കയങ്ങൾ ഉയർത്തിയിട്ട് പറഞ്ഞ് എൻ്റെ എല്ലാ വഴികളിലും എന്നെ കാക്കേണ്ടത്. നിങ്ങളുടെ വീടിനകത്ത് നിങ്ങൾ നടക്കുമ്പോൾ, നിങ്ങളുടെ വീടിന് പുറത്ത് നിങ്ങൾ ഇറങ്ങുമ്പോൾ, നിങ്ങളുടെ വാഹനത്തിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, സ്കൂളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പോകുമ്പോൾ, നിങ്ങൾ ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ, എല്ലാ വഴികളിലും കാക്കാൻ ആമേൻ കർത്താവ് എന്ത് ചെയ്തിരിക്കുക? ദൂതന്മാരെ കൽപ്പിച്ച് ആക്കിയിരിക്കുക. അതുകൊണ്ട് ആമേൻ വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആമേൻ എന്തെങ്കിലും സംഭവിക്കുമോ, എന്തെങ്കിലും തെറ്റുപറ്റുമോ എന്നൊന്നും ഓർത്ത് ഭാരപ്പെടേണ്ട. കർത്താവ് തൻ്റെ ദൂതന്മാരെ കൽപ്പിച്ച് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആ ഒരു കോൺഷ്യസ്നെസ് ഉണ്ടാകണം. കർത്താവിൻ്റെ ദൂതന്മാർ സദാ നമ്മളെ കാവൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഒരു ഉറപ്പ് വേണം. കർത്താവിൻ്റെ ദൂതന്മാർ സദാ നമ്മളെ കാവൽ ചെയ്യുന്നുണ്ട്. എങ്ങനെ നമുക്ക് ആ ഒരു ബോധ്യം കിട്ടും? ഈ വാക്യം ഇടയ്ക്കിടയ്ക്ക് പറയുക. നിങ്ങൾ വാഹനത്തിൽ കയറുമ്പോൾ പറയുക, എൻ്റെ സകല വഴികളിലും കാപ്പാൻ കർത്താവ് ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ കല്ലിൽ തട്ടിപ്പോകാൻ അവർ സമ്മതിക്കത്തില്ല. ഇത് നിരന്തരം നമ്മുടെ അധരത്തിൽ നിന്ന് പറയണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലയെ കൈവച്ചിട്ട് പറയണം. അവൻ ജീവിത പങ്കാളിയുടെ തലയെ കൈവച്ചിട്ട് പറയണം. ജോലിക്ക് ഇറങ്ങുമ്പോൾ പറയണം. നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ പറയണം. അപ്പം നമുക്ക് ആ ഒരു ബോധ്യം കിട്ടും. നമുക്ക് ചുറ്റും ദൂതന്മാർ സദാ അവൻ ജാഗരിച്ചു കൊണ്ടിരിക്കുന്ന ബോധ്യം നമുക്ക് കിട്ടും. പ്രിയപ്പെട്ടവരെ, ഈ ലോകമെന്ന് പറഞ്ഞാൽ അവൻ അനീതി കൊണ്ടും അക്രമം കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന ലോകമാണ്. അവൻ യാതൊരു സംരക്ഷണവും അവൻ ഉറപ്പ് തരാത്ത ഒരു കാലഘട്ടം, ആർക്കും നമുക്കൊരു സംരക്ഷണം ഉറപ്പ് തരാൻ പറ്റാത്ത കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സ്വർഗത്തിലെ അപ്പ നമ്മളോട് പറയുക, നമ്മുടെ സകല വഴികളിലും നമ്മളെ കാക്കാൻ ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. ആമേൻ. അതുകൊണ്ട് നമ്മുടെ കാൽ എന്ത് ചെയ്യത്തില്ല? കല്ലിൽ തട്ടിപ്പോകാൻ സമ്മതിക്കത്തില്ല. അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ദൂതന്മാർ എന്ത് ചെയ്യും? നമ്മളെ കൈകളിൽ വഹിച്ചുകൊള്ളും. ഇന്ന് ഈ വാഗ്ദത്തം ഏറ്റു പറയുക, നിരന്തരം പറയുക, വാഹനത്തിലിരിക്കുമ്പം പറയുക, വാഹനം ഓടിക്കുമ്പം പറയുക, എപ്പോഴും പറഞ്ഞ് ആ ദൈവിക സംരക്ഷണത്തിൽ ജീവിക്കുവാൻ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചുറ്റും കൽപ്പിച്ചാക്കിയ ദൂതന്മാർക്കായിട്ട് സ്തോത്രം. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ഏഞ്ചലിക് ഇൻ്റർവെൻഷനുകൾ ഉണ്ടാകട്ടെ, ദൂതന്മാരുമായിട്ടുള്ള കൂട്ടിമുട്ടലുകൾ ഉണ്ടാകട്ടെ. ആമേൻ. അവർക്ക് ആ ബോധ്യം കൊടുക്കുന്നതിന് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലസ്ഡ്. We are really blessed. We are permanently blessed and highly favored. God bless you.